നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വെള്ളത്തോര വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളത്തോര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെ വറുത്തെടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓട് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്ത് കറി വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. നമുക്ക് തോര നന്നായി വറുത്ത് വന്നിട്ടുണ്ട്, പൊട്ടി വരുന്നുണ്ട്. ഈ തോര വറുത്ത് കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ വറുത്ത തോരക്ക് നല്ലൊരു മണം, നല്ലൊരു കറിക്കും തോര അങ്ങനെ തിന്നാനും നല്ലൊരു മണമാണ്. നല്ല ഞാനീ പീന വാങ്ങിയെടുത്ത് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം. നമുക്കിവിടെ തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തോരയിലേക്ക് ഇടാൻ ആവശ്യമായ കുറച്ച് രണ്ട് പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ് ഇതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ തോര ഒന്ന് കഴുകിയിട്ട് അതിലിട്ടിട്ട് വേവിച്ചെടുക്കാം. തോര കഴുകിയെടുത്തിട്ടുണ്ട് നല്ല പാല്. നമുക്ക് ഇനി ഒന്ന് അതിലിട്ട് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. തോര 2 വിസിലടിച്ചിട്ട് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ള കുറച്ച് ചേരുവകൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ തേങ്ങ കുറച്ച് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി വഴറ്റിയിട്ട് അരച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, നീരുള്ളി, ഇത് നല്ല ജീരകം, പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടി ഉണ്ട് ഇതിനകത്ത് പൊടിച്ച് വെച്ചിട്ട്. പിന്നെ പട്ടയുടെ ഒരു 2 ഇതും കൂടി ഇട്ടിട്ട് വറുത്തെടുത്തിട്ട് അരച്ചിട്ട് കറി ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിതിനെ വറുക്കാൻ തുടങ്ങാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിന് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് തേങ്ങ എണ്ണ കഴിച്ചത് ഒരിക്കട്ടെ നല്ലൊരു സൈഡിലേക്ക് ഇട്ട് കൊടുത്താൽ അത് കുറച്ചും തായ്പോയി. ഒന്ന് നന്നായിട്ട് ഇതിനെ ബ്രൗൺ കളർ ആകുമ്പോഴേ നമുക്കിങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ട് ആവണം, അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇതിനൊന്ന് നന്നായി വറുത്തെടുക്കാം. നമുക്ക് തേങ്ങ ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 6-7 ഇതൾ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നിച്ച് ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. തീ സിമ്മിൽ വെച്ചിട്ടാണുള്ളത്. കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒരിഞ്ഞ് വരുന്നതിന് ശേഷം നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചിട്ട് അടുത്തതായിട്ട് തക്കാളി വഴറ്റിയെടുക്കണം. തക്കാളി, ഉള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി അതെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് രണ്ടും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് മാറ്റാം ചട്ടിയിൽ. ഇതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് തക്കാളി കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് തണിഞ്ഞ് വരട്ടെ. നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഇത് തണുത്ത് വരും. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് എണ്ണയും കൂടി വേണം. നമുക്ക് ഉള്ളി ഇതൊന്നും വഴറ്റണ്ടേ, കുറച്ചും കൂടി എണ്ണ വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇത് കറിയാക്കുന്ന സമയത്ത് ഇതിന് പ്രത്യേകിച്ച് വറുത്തിട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം ഇല്ലേ, ഇനിയിപ്പോൾ എണ്ണയിലുള്ള പരിപാടി ഇനിയില്ല. ഒന്ന് കറി തിളച്ച് വാങ്ങാനാകുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കും. വേറെ വറവൊന്നുമില്ല.
ഇതൊന്ന് കുറച്ചൊരു വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൊണ്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി വഴണ്ട് വന്നതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തു. ഇതിൻ്റെ ഒരു പച്ചച്ചവ മാറും വരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. തീ ഓഫ് ചെയ്യുന്ന സമയത്ത് ലേശം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഞാൻ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ പച്ചച്ചവ മാറാനൊന്നുമില്ല. അത് വറുത്തത് കൊണ്ട് മാറിയിട്ടുണ്ട്. നല്ല ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി തീ ഓഫ് ചെയ്യാം. ഒരു നുള്ള് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കുരുമുളക് പൊടി. ഇതൊന്ന് കുറച്ചും തണുത്ത് വരുന്ന സമയത്ത് ഇതിനൊന്ന് നമുക്ക് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം. തേങ്ങയും ഇതെല്ലാം കൂടി ഇട്ടുള്ളത്. ഇതിൽ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. 2 തക്കാളി വഴറ്റി അതിൻ്റെ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് തണിഞ്ഞ് വരുമ്പോൾ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമുക്ക് ഈ തോര കഷ്ണങ്ങളെല്ലാം ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ഇതിൽ കറി ഉണ്ടാക്കാം. നമ്മുടെ അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കുഴമ്പ് രൂപത്തിലായിരുന്നു. കുറച്ച് ദിവസമാക്കും ഒന്ന് തിളച്ച് കുറുകി വരണ്ടേ. ഇത് കുറച്ചും കൂടി വെള്ളം ചേർക്കും. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ച് വെക്കാം. തിളച്ച് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. തോര നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല കുറുങ്ങനെ ചാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഇനി പ്രത്യേക വറവൊന്നും വേണ്ട. നമ്മൾ എണ്ണയിലെല്ലാം നേരത്തെ വറുത്തത് കൊണ്ട് ഇനി താളിച്ചിടുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളെ തോരക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് വെച്ചിട്ട് നോക്കട്ടെ. ഉപ്പെല്ലാം കറക്റ്റ് ഉപ്പെല്ലാം പറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മുടെ തോരക്കറി റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ തോരക്കറിയും കൂടി കുറച്ചും ചോറ് കഴിക്കാൻ വിചാരിച്ചു. ഉച്ചക്ക് കഴിക്കുന്നത് ഒരു ഉണക്കമുള്ളം വറുത്തതുകൊണ്ട്
പിന്നെ തോരക്കറി നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങ അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. കുറച്ച് പാവയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇത്രയെല്ലാം തന്നെ ഉച്ചയൂണിനുണ്ട് ഞങ്ങളുടെ കറി. അപ്പോൾ കണ്ടല്ലോ എല്ലാവരും തോരക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.